നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പുതിയ വാർത്താവിശേഷങ്ങളുമായിട്ട് വീണ്ടും ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് അഭിസംബോധന ചെയ്യുന്നതിലുള്ള സന്തോഷമുണ്ട്. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരാശയം BJP തെരഞ്ഞെടുപ്പ് സമയത്ത് മുന്നോട്ട് വെച്ചിരുന്നു. ആ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. അതിനുവേണ്ടി പഠിക്കുവാൻ മുൻ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. അദ്ദേഹം കൊടുത്ത ശുപാർശകൾ ഉന്നതാധികാര സമിതി ആ ശുപാർശ അംഗീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഈ വിഷയത്തെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം എതിർത്തിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് പ്രായോഗികമാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് അവരുടെ മുന്നിലുള്ള കടമകൾ. കാരണം അതിനുവേണ്ടി ധാരാളം നിയമങ്ങൾ ഭേദഗതി ചെയ്യേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. ഭരണഘടനാ നിയമങ്ങൾ ഭേദഗതി ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് പറയുന്നു. പ്രത്യേകിച്ച് 15 ഭരണഘടനാ ഭേദഗതികളാണ് ഇതിനുവേണ്ടി ആവശ്യമായിരിക്കുന്നത്. ഈ നയം നടപ്പാക്കാൻ പ്രത്യേകമായിട്ടുള്ള സമിതിയുണ്ട്. എന്നാൽ ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ ഇത് പാസ്സാക്കി എടുക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞ തവണങ്ങളെക്കാൾ അപേക്ഷിച്ച് BJPക്ക് അല്പം കടുപ്പമായിരിക്കും. കാരണം കേവല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്ന ഒരു സർക്കാർ ആയതുകൊണ്ട് ഇത് ജയിച്ച് പാസ്സാക്കി എടുക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ഒരു വോട്ടർ പട്ടിക, ഒരു കാർഡ് എന്നീ സംവിധാനങ്ങളൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും എല്ലാം തെരഞ്ഞെടുപ്പ് 2029 കൂടെ ഒരുപോലെ വരികയാണെങ്കിൽ ഒരൊറ്റ വോട്ടർ പട്ടികയുടെ ആവശ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് ഓരോ തെരഞ്ഞെടുപ്പും നടത്തുമ്പോഴും വോട്ടർ പട്ടികയിൽ മാറ്റങ്ങൾ വരാം. ചിലർ ഒഴിവാക്കപ്പെടാം, ചിലർ പുതുതായിട്ട് ചേർക്കപ്പെടാം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എന്നാൽ ഇത് അപ്രായോഗികമാണെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും ഒരുപോലെ പറയുന്നത്. ഇത്തരത്തിലുള്ള നീക്കം ജനം തള്ളണമെന്നാണ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുന ഖർഗെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പിന്നിലെ എന്താണ് രാഷ്ട്രീയ ഉദ്ദേശം എന്നുള്ളത് ഇനി കാണാനിരിക്കുന്നേ ഉള്ളൂ. എന്താണ് ഇങ്ങനെ ഒരു നീക്കത്തിന് ചടുലമായ നീക്കങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് കണ്ടറിയേണ്ടതായിട്ടിരിക്കുന്നു. പിന്നെ ഇത് എപ്പോഴത്തേക്ക് നടപ്പാക്കാമെന്നുള്ളത് BJPക്ക് പോലും ഉറപ്പുള്ള ഒരു കാര്യമല്ല എന്നുള്ളതും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഒറ്റ തെരഞ്ഞെടുപ്പ് ഇപ്പോഴത്തെ നിലയിൽ പ്രായോഗികമല്ല. അതിന് നിയമ ഭേദഗതികൾ ആവശ്യമായിട്ടുണ്ട്. എന്നാൽ ഒന്നിച്ച് നടത്തുന്നത് കൊണ്ട് ചെലവുകൾ കുറയ്ക്കുക എന്നുള്ളതാണ്. സാമ്പത്തിക ചെലവുകൾ കുറയ്ക്കുക എന്നുള്ളതാണ്. ഒറ്റ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞാൽ ഒരേ സംവിധാനങ്ങൾ തന്നെ എല്ലാറ്റിനും ഉപയോഗിക്കാം. അപ്പോൾ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഇടയിലുള്ള ചർച്ചകൾ അവർക്ക് പലതരത്തിലുള്ള ആശങ്കകളുണ്ട്. ഇതെങ്ങോട്ടുള്ള പോക്കാണ് എന്നതിനെ കുറിച്ചൊക്കെ അവർക്ക് ആശങ്കകളൊക്കെ ഉണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഏതായാലും പ്രതിപക്ഷത്തിനെ വിമർശിക്കാനായിട്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്യാനായിട്ട് വീണ്ടും ഒരു ആയുധം കൂടെ ലഭിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പ്രതികരണങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ അംഗബലം അനുസരിച്ച് ഇത് പാസ്സാക്കി എടുക്കുക എളുപ്പമല്ല എന്നുള്ളത് BJPക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ ഒരു ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ഇപ്പം ആ വിഷയത്തിൽ പറയാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യമാണ്. പല സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പുകൾ ഈ വർഷത്തിൻ്റെ ഒടുവിലും അടുത്ത വർഷത്തിൻ്റെ ആദ്യമായിട്ട് നടക്കേണ്ടതായിട്ടുണ്ട്. ഓരോ സർക്കാരുകളുടെയും കാലാവധി 5 വർഷമാണെന്ന് നമുക്കറിയാം. അപ്പം 5 വർഷം കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതെങ്ങനെയായിരിക്കും അതിനെ നേരിടേണ്ടത്, ആ വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ വിദഗ്ധമായിട്ടുള്ള നിയമനിർമ്മാണം ആവശ്യമുണ്ടെങ്കിൽ അത് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഭരണഘടനയിലെ ഭേദഗതികൾ ഏതെല്ലാം ക്ലോസുകളിൽ ആവശ്യമുണ്ട് എന്നുള്ളതൊക്കെ ഇനി നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം വരെ വീണ്ടും നന്ദി, നമസ്കാരം.